ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ പെരുന്നാളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ആറുനോൽമ്പ് അല്ലേ. അപ്പൊ ആറുനോൽമ്പൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ എന്താ പറയുക, ഞാൻ മോള് പോവാണ്. അപ്പൊ അതിനുള്ള ലഞ്ചുകളും കാര്യങ്ങളൊക്കെ റെഡി ആക്കാണ്. അപ്പൊ അച്ചാറൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇതാ സാധാ നമ്മളെ ചോറ്, സാധാ ചോറൊക്കെ റെഡി ആയിട്ടോ കേട്ടോ. ചോറൊക്കെ റെഡിയായി. ഞാൻ തിരിച്ചു കാണിച്ചത് തിരിച്ചു. പിന്നെ അതേപോലെ ചോറ് റെഡിയായി. അപ്പൊ അത് ഇങ്ങോട്ടൊന്ന് മാറ്റിയേക്കാം. ഇനി ഇതാക്കാം. അതേപോലെ മാങ്ങാട്ടുകൾ ഞങ്ങൾ അച്ചാറിട്ടിങ്ങനെ കേട്ടോ. അച്ചാറിട്ടൊക്കെ കുപ്പിയിലാക്കിക്കണം. ഞാനൊക്കെ പേക്കാക്കണം. അപ്പൊ ഇതാക്കണം. അതേപോലെ മാങ്ങതേ ഇവിടെ കാറ്റും മഴയൊക്കെ ഉണ്ടായപ്പോൾ കൊമ്പൊടിഞ്ഞ് വീണതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് മാങ്ങ. ഇനി ഞാൻ ഇതാക്കണേ, ഇത് ചിക്കൻ ഇതാക്കണേ ബ്രോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചതേനു. അപ്പൊ ബ്രോസ്റ്റ് വേണ്ട ഇങ്ങനെ ഫ്രൈ ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ അത് ഫ്രൈ ചെയ്യാട്ടെ. കുറച്ച് പത്തിരി ഉണ്ടാക്കണം. ഇപ്പോൾ ഇതാക്കാൻ ഇത് സാധാരണ മുരിങ്ങ കേട്ടോ. മുരിങ്ങ ലീഫും ഒക്കെ റെഡി ആക്കണം. അപ്പം ഞാനിതാക്കണിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യട്ടോ. അപ്പോൾ അതിൽ ഇവിടെ ഞാൻ എന്താ പറയുക, ഞാൻ തന്നെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇതാക്കി എടുത്തിട്ട് വീഡിയോ എടുക്കണ കമ്പി ഇത് കണ്ടുങ്ങളിൻ്റെ ഇതാണ് കുട്ടി കേട്ടോ. വേറൊരു കുട്ടി ഇതാണ്. രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി കൂടി, മൂന്നാമത്തെ കുട്ടി. ഇതാണ് നമ്മളെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. കുട്ടികളുടെയും കുട്ടികളും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒറ്റക്കാവുമ്പോൾ ഒറ്റക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ ചിക്കൻ പൊരിക്കുകയാണ്. നിങ്ങൾ ഞാൻ ചിക്കൻ പൊരിക്കണമെന്ന് കാണുന്നുണ്ടാവില്ല, തട്ടിയിട്ടുണ്ടോന്നും. അപ്പൊ ഞാനേ ചിക്കൻ 2-3 എളുപ്പം പൊരിക്കണം. അപ്പൊ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഒരിക്കൽ. അപ്പൊ ഓരോ ഞാൻ പോണില്ല. അപ്പോൾ ഒരു 3 ആൾ പോയിങ്ങാണ്ട് വാങ്ങിക്കോളൂ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഇറങ്ങാണ്ടിരിക്കണം ഞാൻ. അത് ട്രയലാണ്, ഫാസ്റ്റത്തെ ട്രയലാണ്. ഒന്ന് പറ്റാ 3 ഒരുമിച്ച് പഠിച്ചോ. ഭയങ്കര ബാക്ക് തിന്നാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് എത്താത്തത്. കുറച്ച് ഫ്രണ്ട് തിന്നിട്ടോക്കാണ് ഒന്നും കൂടി അതിനെ ഇപ്പൊ ഞാൻ ഇതാക്കണേ ഊഞ്ഞാല കെട്ടണ അടുത്ത് പോയിട്ടോ. ഊഞ്ഞാല കെട്ടി കുട്ടികളെല്ലാവരും വിരുന്ന് നിന്നിട്ട് ഇപ്പോൾ ഊഞ്ഞാല കെട്ടണ പുഴയ്ക്ക് പോവുക പറയുന്നുണ്ട്. കുറേ ഊഞ്ഞാല കെട്ടുക എന്നൊക്കെ പറഞ്ഞാടേ. അപ്പോൾ ഊഞ്ഞാല കെട്ടണമൊക്കെ നോക്കി ഷാജിയൊക്കെ അതൊക്കെ റെഡിയാക്കി കൊടുത്ത് ഇത് നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് ഒന്നും കൂടി ഞാൻ സിമ്മാക്കി കണ്ടാ പോയിനത്. അപ്പം നമ്മുടെ ഉച്ച ലഞ്ച് കണ്ടിട്ട് കുറച്ചായിരിക്കും നിങ്ങൾ. അപ്പം നമ്മളുണ്ടാക്കണ താളിപ്പ് ഉണ്ടാക്കുക.
അപ്പൊ വെക്കത്തിന് വിശക്കണുണ്ട് എന്ന് പറഞ്ഞാണ്ട് ചോറൊക്കെ റെഡി ആക്കാൻ. ഇവിടെ കളറ് സാറാട്ടെ ഡ്രസ്സ് ഇതൊക്കെ എടുക്കാൻ പോയതേനി. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. എന്താ പറയുക, ഇപ്പൊ ഈ ചൂടാകുമ്പോ ഇതൊന്നും ഇടാൻ പറ്റൂലല്ലോ, കറുപ്പ് ഇടാൻ പറ്റൂല. അപ്പൊ കറുപ്പ് ഒഴിവാക്കിങ്ങാണ്ട് കറുപ്പാണുള്ളത്. ഇപ്പൊ ഞാൻ ചോറൊക്കെ ഒന്ന് വിളമ്പി റെഡിയാക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ റിയനോട് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ട് ഫ്രിഡ്ജിലായിരുന്നു. ഒരു ഓറഞ്ച് റിയ ചോറ് റെഡിയായി. ലയ്യേ ഷാജി റിയന്റെ പോകേ ഇതിട്ടാ നല്ല അടിപൊളി താളിപ്പ്. ഇത് താളിപ്പ് കൂട്ടിട്ട് എത്ര ഏറിയും മലപ്പുറക്കാര് സാധനം വേറെ ആർക്കും പറഞ്ഞാലും മനസ്സിലാവില്ല. സൂപ്പ് അപ്പുറത്ത് ഭയങ്കര ഊഞ്ഞാലിട്ടും കളിയൊക്കെയാണ് കേട്ടോ. അപ്പോഴത്തേനും പറയാം വിശക്കുന്നുണ്ട്. അത് വിശക്കലും ഒരാൾ കടയിലൊക്കെ പോയി എന്നപ്പോഴേ കെട്ടിയത് പേച്ചിക്കണം, അതാണ് കുഴപ്പം. പിന്നെ പറയും കെട്ടിയത് പേച്ചിക്കണം, അതാണ് കുഴപ്പം. എനിക്ക് കട്ടാണ്ട വെറുതെ എന്തിനാ കാണും. എന്തിനാ ഈ കട്ടടക്കി ഇതൊന്ന് പോയിക്കാവണം. റംഷിന്റെ അമ്മാന്റെ അച്ചാർ. റംഷിന്റെ അമ്മയുടെ അച്ചാറാട്ടത്. ഈ അച്ചാർ സൂപ്പർ അച്ചാർ. സൂപ്പർ അച്ചാറാണ്. ഇതൊക്കെ നേരത്തെ ബീഫിലുള്ള ബാലൻസ് ആണ്. ഉമ്മച്ചിക്ക് ഒരു ഓറഞ്ച് കൊടുത്താ ഇതുണ്ടേ എന്ത് മുസമ്പി അല്ലേ മറ്റേ ഐസ്ക്രീമിന്റെ. ആ അത് ഇത് തിന്നിട്ട് ഒന്നും കൂടി കൊടുക്ക. ഒന്നും കൊടുക്കാറ അപ്പൊ ഒന്നും കൊടുത്തിക്ക. ഏതോ ഒരു സാധനം അത് വേറെ രീതി കിട്ടണേ. ഇതേമാതിരി അല്ലാതെ അങ്ങനെ എന്തേലും അമ്മച്ചിന്റെ വേറെ സ്റ്റൈലല്ലേ. അച്ചാറ്, ചിക്കൻ ഫ്രൈ, ചോറ്, താളിപ്പ്, ബീഫ്, പച്ചി, ലേയാ. ഞാൻ ഇതാക്കണേ നമ്മളെ ഗ്യാസിൽ വെച്ചിങ്ങാണ്ടേ ഇതാക്കണേ ഈ വാഴൻ്റെ ഇല്ലുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പൊതിയാൻ വേണ്ടിയിട്ടേ വാട്ടിയെടുക്കുകയാണ്. അതാ ഇത് നല്ല തൂമ്പല്ല കേട്ടോ. ഇപ്പം നമ്മളിതാക്കണേ പത്തിരി. മതി 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 ഇനി കൂട്ടലിട്ടോ. കൂട്ടില്ല. അപ്പൊ പത്തിരിയായി. കോഴി വേണ്ടേ? അപ്പൊ അത് വേറെ ഇടണം. ചിക്കൻ പീസ് ആയി തന്നെ വെച്ചാൽ ചിക്കൻ പീസ്. ചിക്കൻ പീസ്, ചിക്കൻ ഫ്രൈ വലിയ പീസ് നോക്കാതെ ഈ പീസ് ഇതോ. പിന്നെ മതി. ഇതിമ വെച്ച ഇതുണ്ടാവില്ല ഇതിലൊക്കെ. അയിമ തന്നെ വെച്ചാലേ വാടിച്ച അതിന്റെ ചോയ കിട്ടണം തന്നെ. ചിക്കൻ പീസ് എന്നാ ഒരു ഇതും കൂടി വെക്കല്ലേ. അതെനിക്ക് വേണ്ടതിനെ. പിന്നെ ഏതാ? എല്ലുള്ള പീസ്. എല്ലില്ല കാലും പീസ് പറ്റുള്ളൂ മക്കളെ. വെക്കി കണ്ടോക്കി നിങ്ങള്. എല്ലില്ല പീസ് അവക്ക് പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ എല്ല് ഇഷ്ടമല്ല. എനിക്ക് ഇറച്ചിയിലെ പീസാ ഇഷ്ടം. രണ്ടെണ്ണൊന്നും വേണ്ടില്ലേ. ഇനി അതിൻ്റെ ഇത് വേണ്ടേ ഗ്രേവി. അത് ഇതിലേക്ക് ആക്കിയാലോ. ഈ പാത്രത്തിൽ ഇത് കളഞ്ഞാൽ മതി, വലിച്ചെറിഞ്ഞാൽ മതി. ഇത് വലിച്ചെറിഞ്ഞോടിട്ടോ.
ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുളിക്കാൻ പോവാണ് അതിന് മോളെ. ഇതിലാക്കി തരണോ? ഇതിലിട്ട് ഇതിലാക്കി തരാം. അതാണ് ഒതുങ്ങാൻ പാകം. പത്തിരി ചിക്കൻ കറി ഞാനിതേക്ക് ഈ ഒരു കുപ്പിയിലാക്കി കൊടുക്കട്ടെ. എടുത്ത കയ്യിലിന്റെ വലിപ്പാണ്. തേങ്ങ എറുമ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതില്. ഇല്ലല്ല ഇത് കാണുന്നുണ്ടോ? ഉറുമ്പ് പെട്ടെന്ന് വരും ഗൈസ്. ഇവിടെ എത്ര പെട്ടെന്ന് അറിയും. ശത്രുക്കൾ ഉണ്ടെങ്കിലാണ് ഉറുമ്പ്. ചിക്കൻ പീസ് കൂടുതൽ ഇടരുത് കേട്ടോ. കറി മാത്രം മതി. ഗ്രേവി മാത്രം. അപ്പൊ ഞാൻ ഒരു ചിക്കൻ പീസ് മാത്രം ഇടണോ? അങ്ങനെ വരണ്ടില്ലേ? ഗ്രേവി അങ്ങനെ വരണ്ടില്ലേ ഈ ആഴ്ച തന്നെ? എന്താ സംഭവം പറഞ്ഞത്? ഉറുമ്പേ ഇഞ്ഞോട് ഇവല് വരണ്ടെന്നാട്ടെ. ഞാൻ ഉറുമ്പുണ്ട് പറയുമ്പോ പക്ഷെ എന്താണെന്നറിയോ, നമ്മുടെ അടുത്ത് കടുക്കാൻ പേടിയാണ്. ഇത് മതിയോറിനോടൊക്കെ ധാരാളം. അൽഹംദുലില്ലാ. എനിക്ക് ആറിനൊന്നും വേണ്ട. ഒരു 5 എണ്ണം മതി. ഒരു 5 എണ്ണം മതി. ഞാൻ പറയണേക്ക് ഒന്നായി നിർക്കി. ഒറ്റ സംഖ്യ വെക്കാൻ പാടുള്ളൂ അല്ലേ? ഏറ്റ സംഖ്യ പാടില്ല. അപ്പൊ എടുത്ത് വെച്ചിട്ടാണ് ഇനി അത് എടിയാ ഫോയിൽ പേപ്പർ എടുത്തോണ്ടത് മൂത്തേ. എവിടെയാണ്? അവിടെ ഇടയിലുണ്ടാവും മുത്തേ. എവിടെ ഫോയിൽ പേപ്പർ മുത്തേ? ഇവിടെ ഉണ്ടോ? ഇവിടെ കാരണം അടുക്കളയിൽ തന്നെ വെച്ചിരുന്നു. ഞാൻ പോയി കുടിച്ചോ.